ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ ഏഷ്യയാണ്. അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് PSC ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ് അല്ലെ, മാലിദ്വീപ്, പിന്നെ മാലിദ്വീപ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ. ഒന്നുകൂടെ പറയാം: ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ. അപ്പൊ 7 രാജ്യങ്ങളും നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പോകാം. അപ്പൊ എങ്ങനെ ഓർക്കാം? അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കോഡ് ഇതാണ്: ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി എന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി എന്നതാണ് നമ്മുടെ കോഡ്. അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി. അപ്പൊ B എന്നതിൽ 2 രാജ്യങ്ങൾ വരുന്നുണ്ട്: ബംഗ്ലാദേശ്, ഭൂട്ടാൻ. M മാലിദ്വീപ് ആണ്. S ശ്രീലങ്ക. P പാകിസ്ഥാൻ. I ഇന്ത്യ. N നേപ്പാൾ. കണക്ട് ചെയ്യാലോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി അല്ലെ. സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ കോഡ് ഒന്നുകൂടെ പറയാം: ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്പിൻ ചെയ്താൽ മതി.